ആലപ്പുഴ ചേന്നത്ത് ഗൃഹനാഥൻ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. പള്ളിപ്പുറം സ്വദേശി അശോകനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. ഇന്നലെ ആലപ്പുഴയിൽ തന്നെ മുട്ടത്ത് ദിവാകരൻ എന്നയാളും വെള്ളക്കെട്ടിൽ വീണ് മരിച്ചിരുന്നു. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. രഘു, എങ്ങനെയാണ് മരണം സംഭവിച്ചത്? എന്താണ് വിവരങ്ങൾ? വീടിന് സമീപത്തെ തോട്ടിലാണ് ഗൃഹനാഥൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. ഒരുപക്ഷെ നടന്നു വീണപ്പോൾ തെന്നി വീണതാകാം. മരണകാരണം ഒരുപക്ഷെ എന്തെങ്കിലും ഹൃദയാഘാതമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും വെള്ളക്കെട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് മാത്രമല്ല, വെള്ളക്കെട്ടായതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചതും. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സാധാരണ നിലയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാറുള്ള അപ്പർ കുട്ടനാട്, കുട്ടനാട് മേഖലകളിലൊക്കെ നിലവിൽ അത്ര ഭീകരമായ അവസ്ഥയില്ല. പക്ഷേ വെള്ളക്കെട്ടുണ്ട്, ചെറിയ രീതിയിൽ കിഴക്കൻ വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്, സാധാരണ നിലയിൽ വെള്ളം കയറാത്തിടങ്ങളിലാണ് ആലപ്പുഴ ജില്ലയിൽ നിലവിൽ വെള്ളക്കെട്ടിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി ആ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇരുവശത്തേക്കും വെള്ളം ഒഴുകിപ്പോകുന്നില്ല. അതുകൊണ്ട് ഈ ദേശീയപാതയുടെ ഓരത്തെ ഭൂരിഭാഗം വീടുകളിലും വെള്ളമുണ്ട്. മറ്റൊരു കാര്യം തന്നെ, ഇപ്പോൾ തന്നെ വലിയ കാറ്റ് വീശുകയാണ്. ഇതിന് സമാനമായ രീതിയിലുള്ള വലിയ കാറ്റ് ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ നമ്മളൊരു ദൃശ്യങ്ങളിൽ കണ്ടതാണ്, ഒരു വീടിൻ്റെ മേൽക്കൂര ഒന്നടങ്കം പറന്നു പോകുന്ന അവസ്ഥ. ഇന്നലെ ധാരാളം മരങ്ങൾ കടപുഴകി വീഴുകയൊക്കെ ചെയ്തു. ഇന്നലെ മാത്രം 25ഓളം വീടുകൾക്കാണ് ഭാഗികമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചത്. ഇപ്പോഴും ചെറിയ രീതിയിൽ ഇത്തരത്തിൽ അതിവേഗതയിൽ കാറ്റ് വരുന്നുണ്ട്. അതിശക്തമായ മഴ, 5-10 മിനിറ്റ് നേരമേ മഴ പെയ്യത്തുള്ളൂ. ഒരു തുള്ളിക്കൊരു കുടം എന്നുള്ള രീതിയിൽ ആ ചൊല്ലിനെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ട്. ഇനിയും മഴ പെയ്യാനുള്ള സാധ്യതയാണുള്ളത്. കനത്ത ജാഗ്രതയിലാണ്. 70 കിലോമീറ്ററിലധികമാണ് ആലപ്പുഴ ജില്ലയിൽ തീരമേഖലയുള്ളത്. കടലിൽ അതിശക്തമായ തിരയാണ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി. ചിലയിടങ്ങളിൽ ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ അടക്കമുള്ള സ്ഥലങ്ങളിൽ തീരദേശ റോഡിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നിലവിൽ 20ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ആലപ്പുഴ ജില്ലയിൽ മാത്രം തുറന്നിട്ടുള്ളത്. മാധു. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. മഴ ദുരിതം ആളുകളുടെ ജീവൻ എടുക്കുകയാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ വെള്ളക്കെട്ടിൽ വീണ്, ചേന്നത്താണ് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചത്. ഇന്നലെയും സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.